പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ വെറും ഒരു മിഠായി തന്ന്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മിഠായിയുടെ വില പോലും തന്ന് നമ്മുടെ ആത്മാവിനെ, തലമുറകളെ കൊണ്ടുന്ന ആത്മീയ ശത്രുവിനെ പറ്റിയാണ്. അതായത് ഞാനും നിങ്ങളും, അതായത് മാമോദിസ സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നില്ല. നമുക്കറിയാം, ചൂടുവെള്ളം ഇരിക്കുന്നത് കണ്ടാൽ ചൂടുവെള്ളത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാം. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക്, എൻ്റെ കുടുംബത്തിൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മുടെ ആത്മാവിൽ എന്തെനിക്ക് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എല്ലാവരെയും പാപത്തിലേക്ക് നയിക്കുവാൻ, അല്ല പാപത്തിലേക്ക് പോകുന്നത് ആദ്യം നൽകുന്നത് സുഖമാണ്. പാപത്തിന് എപ്പോഴും ഒരു ലഹരിയായാലും അല്ലെങ്കിൽ മറ്റ് ജഡിക പാപങ്ങളായാലും അതിലെല്ലാം ഒരു സുഖമുണ്ട്. ഈ സുഖം നൽകിയാണ് പാപം നമ്മളെ ഓരോ പാപത്തിന്റെ അവസ്ഥയിലേക്കും ആകർഷണം നൽകി, പ്രലോഭനം നൽകി നമ്മളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പാപം ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം പാപത്തിന് അടിമയാകുന്നു. അടിമയായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വയമേ സ്വതന്ത്രനാകാൻ സാധിക്കത്തില്ല. ആ വ്യക്തി ആഗ്രഹിച്ചാലും അതിൽ നിന്ന് വിട്ടുപോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തി പാപത്തിന് അടിമയാകും. രണ്ട്, പാപത്തിന് അടിമയാകുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും? ഹൃദയത്തിൽ ആദ്യമൊക്കെ സുഖമുണ്ടായിരുന്നു, പിന്നെ ഹൃദയത്തിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടും. കുടുംബത്തിൽ ആ വ്യക്തി ഒറ്റപ്പെടും. ആരോടും ചേരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പാപം ചെയ്യുന്ന വ്യക്തി എന്താ? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, പഴിചാരാൻ തുടങ്ങും. ഇങ്ങനെ പാപം നമ്മളെ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരും. ഈ ഒറ്റപ്പെടുത്തല് ഹൃദയത്തിലായിരിക്കും നടക്കുന്നത്, ആത്മാവില്. നമ്മളൊരു കുടുംബത്തിൽ 5 പേരുടെ കൂടെ താമസിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആരോടും ചേരാൻ സാധിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നകം നമ്മൾ പോകും. ഇനി പാപം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, ഏത് വ്യക്തി പാപം ചെയ്യുമ്പോഴും ആ വ്യക്തിയുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് അശുദ്ധമാകും. ആത്മാവ് അശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ രക്തം അശുദ്ധമാകുന്നു എന്നാണ്. ബ്ലഡിൻ്റെ അകത്ത് പാപത്തിന്റെ ആസക്തികൾ നിറയുന്നു. അപ്പോൾ നമുക്കറിയാം, വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു യുവാവിനെ ചെറുപ്പത്തിലെ, അല്ലെങ്കിൽ ഒരു യുവതിയെ ചെറുപ്പത്തിലെ പാപത്തിന് അടിമയാക്കി കഴിഞ്ഞാൽ ആ വ്യക്തി പാപം ചെയ്ത് ആ വ്യക്തിയുടെ ബ്ലഡ് അശുദ്ധമാകും. ഈ വ്യക്തി കുമ്പസാരിക്കാതെ, ഒരുങ്ങാതെ വിവാഹം എന്ന ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അതിനെ വിവാഹം എന്ന കൂദാശയെ വെറും ഒരു കോമാളിത്തരമായിട്ട് കണ്ട് അങ്ങ് പോകുമ്പോൾ, ഇവര് കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ തലമുറയിലേക്ക് ഈ പാപം ബ്ലഡ് വഴി, നമ്മൾ പറയില്ലേ നമ്മുടെ മക്കള് നമ്മുടെ ചോരയാന്ന് പറയും, എന്ന് പറയുന്ന പോലെ ഈ ബ്ലഡ് വഴി പാപം കടന്നുപോയി തലമുറകളെ എന്ത് ചെയ്യും? തിന്മ പാപത്തിന് അടിമയാക്കും. നമുക്ക് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ജഡിക സുഖം തന്ന്, ചെറിയൊരു നാരങ്ങാ മിഠായി അല്ലെങ്കിൽ ഒരു മിഠായി തന്നിട്ട് നമ്മുടെ തലമുറകളെ ഈ തിന്മ, ആത്മീയ ശത്രു അടിമയാക്കുന്നു. ഇത് നമുക്കറിയത്തില്ല. നമുക്ക് എവിടെയെങ്കിലും മുമ്പ് ഒരു സുഖം തന്നു, ഒരു ലഹരി തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ജഡിക പാപത്തിൽ. കാരണം ഈ കാലഘട്ടത്തിൽ ജഡിക പാപ കൂടി വരുന്നത്. കുഞ്ഞുങ്ങൾ തന്നെ അശുദ്ധിയിലേക്ക് പോകും. എന്തിനാ? കുഞ്ഞുങ്ങളെ അശുദ്ധി ചെറുപ്പത്തിലാക്കി കഴിഞ്ഞാൽ ഇവരുടെ കുടുംബം തകർന്നോളും. ഇവരുടെ കുടുംബങ്ങൾ അത് കഴിഞ്ഞാൽ ഇവരുടെ മക്കളിനെയും പാപത്തിന് അടിമകളായിക്കോളും. മക്കൾ രക്ഷപ്പെടാതെ കിടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ജഡിക പാപത്തില് ഈ ലോകത്തിന്റെ അരുവി മാമോദിസ സ്വീകരിച്ചിട്ട് തിരിച്ചറിയുക. നിങ്ങളെ ആദ്യം സുഖം തന്ന് നിങ്ങളെ കെട്ടിയിടും, എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നശിപ്പിക്കും. ആദ്യം ഒന്നും നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ബന്ധനത്തിൽ മുറുകി വരുമ്പോഴാണ് മനസ്സമാധാനം പോകുന്നു. കുടുംബത്തിൽ ഈ പ്രശ്നം, നമ്മൾ ഈ പാപത്തിലായ പ്രശ്നം കൊണ്ട് അസമാധാനം ഉണ്ടാകുന്നു. ഇങ്ങനെ ആയിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ശ്രദ്ധിക്കുക. പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് ഈശോ കാൽവരി മരിയിൽ മരിച്ചത്. ആ ഈശോയിൽ വിശ്വസിച്ച് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവെ വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കാണ് പാപത്തിൽ നിന്ന് വിടുതൽ നിന്നും. അങ്ങനെ വിടുതൽ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ചെയ്യുന്നതാണ് ഈ പാപത്തെ ന്യായീകരിക്കും. ആരാ വിശുദ്ധരായിട്ടുള്ളത്? എല്ലാവരും ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ പാപത്തെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്താ അതിന്റെ അവസാനം വരുന്നത്? ആരും ചോദിക്കാനില്ല, മാതാപിതാക്കളെ ചോദിക്കാനില്ല, ആരുമില്ല. പക്ഷെ കുറെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും തകർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സമാധാനം നഷ്ടപ്പെടും, സ്വസ്ഥത പോകും. ഇതെല്ലാം പാപം നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ചെയ്യിക്കും. പിന്നെ കുഞ്ഞു പാപങ്ങൾ ചെയ്യുന്നവരെ കുറച്ച് കഴിയുമ്പോൾ മാരക പാപത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം വെച്ചോണ്ടിരിക്കരുത്. പാപം വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറ രഹസ്യമായിട്ട് ചെയ്യുന്ന പാപം, ഇപ്പം അപ്പൻ രഹസ്യമായിട്ട് എന്തെങ്കിലും പാപത്തിലിട്ടു, മക്കളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നാലും കുറച്ച് കഴിയുമ്പോൾ അവരിലേക്ക് അത് വെളിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്, വചനം പറയുന്നത്, ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല, തന്നെ പോലെ തന്നെ ഒരുവനെ അവശേഷിപ്പിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 27:27 പറയണം, ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. പിതാവ് മരിച്ചുപോയി,
പക്ഷെ പിതാവിന്റെ സ്വഭാവം ഇപ്പോഴും മകനിലൂടെ കാണും. എന്നാൽ ചില വ്യക്തികളെ ഈ ദൈവം പ്രത്യേകമായിട്ട്, അപ്പൻ ഭയങ്കര തിന്മയ്ക്ക് അടിമയാണ്, അല്ലെങ്കിൽ ആ കുടുംബം ഒരുപാട് വേണം, പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ആ മകനെ അല്ലെ ആ മകളെ ഒരു ദൈവവിളി കൊടുത്ത് ഈശോ തെരഞ്ഞെടുക്കുന്നവരെയും കാണാം. പാപത്തിന് അത് ദൈവത്തിന്റെ വലിയ കരുണ എന്ന് പറയും. പക്ഷെ എപ്പോഴും പാപം കടന്നു വന്നാൽ തലമുറ പാപത്തിന് അടിമയെ അപ്പനിലുള്ള പാപത്തിന്റെ 7 ഇരട്ടി മകനിലേക്ക് വരും. അപ്പൻ കുറച്ച് ഒരു പാപത്തിന്, അല്ലെങ്കിൽ അമ്മ കുറച്ച് രഹസ്യമായിട്ട് ചെയ്ത മക്കള് പരസ്യമായിട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പാപം ഭയങ്കര ഡേഞ്ചറാണ്. അത് നമ്മുടെ കുടുംബത്തെ തകർക്കും, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈശോയോട് അനുദപിച്ച് മാമോദിസ സ്വീകരിച്ച് നമ്മളെല്ലാവരും കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് പരിശുദ്ധ കുർബാന കൊണ്ട് യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.